ഒരു സ്ലിറ്റഡ് കുർത്തി എങ്ങനെയാണ് ഒരു എ ലൈൻ കുർത്തിയാക്കി മാറ്റുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗമെല്ലാം അഴിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അടിവശത്ത് ഇതുപോലെ വർക്ക് വല്ലതും വരുന്നുണ്ടെങ്കിൽ എല്ലാം അഴിച്ചെടുത്തിട്ട് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ അഴിച്ചെടുത്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം കുറച്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോളിൻ്റെ പീസാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷോൾ ഇതുപോലെ നമ്മൾ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഷോളിൻ്റെ ഈ ഒരു 4 കരഭാഗം വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു സ്ലിറ്റിന് ചേർന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിലവിലുള്ള സ്ലിറ്റിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. അതിൻ്റെ 2 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 2 ഇഞ്ചിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ ഇതുപോലെ എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എത്രയാണോ നമുക്ക് വിരിവ് വേണ്ടത് അതിനനുസരിച്ച് ആ വിരിവും അതുപോലെ തന്നെ അടിവശം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സൈഡ് വശം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലേസ് ഭാഗം അടിയിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള എ ലൈൻ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.